നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുനമ്പം കേരള രാഷ്ട്രീയത്തെ വിറപ്പിക്കുന്ന വഖഫ് ഭൂമി വിവാദം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞവർക്ക് ഇന്ന് അധികാരത്തിലെത്തിയപ്പോൾ തടസ്സം. ഒരു ഉത്തരവിറക്കി പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ നിയമവും വഖഫ് ബോർഡും മുന്നിൽ മതിലായി നിൽക്കുന്നു. UDFും LDFും തമ്മിൽ ശരിക്കും വ്യത്യാസമില്ല. രണ്ടുപേരും പറയുന്നത് ഒരേ വാക്ക്, ആരെയും ഇറക്കിവിടില്ല. പക്ഷെ ജനങ്ങളുടെ ചോദ്യം അതല്ല. ഭൂമിയുടെ അവകാശം കിട്ടുമോ? വഖഫ് അവകാശവാദത്തിൽ നിന്ന് മുനമ്പം മോചിതമാകുമോ? അതിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ മറുപടിയില്ല. ലീഗിനെ പിണക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുമോ? ലീഗ് വിട്ടുവീഴ്ച ചെയ്യുമോ? അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾ വീണ്ടും രാഷ്ട്രീയ വാഗ്ദാനങ്ങളുടെ ഇരകളാകുമോ? ജനങ്ങൾക്ക് വേണ്ടത് വെറും ആശ്വാസവാക്കുകളല്ല, ഭൂമിയുടെ അവകാശം കിട്ടുമോ ഇല്ലയോ എന്നതാണ് പ്രധാന ചോദ്യം. മുനമ്പത്തെ ജനങ്ങളെ വഖഫ് അവകാശവാദത്തിന്റെ വലയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുമോ ഇല്ലയോ എന്നതാണ് അവർ കാത്തിരിക്കുന്നത്. അതിൽ വ്യക്തതയില്ലെങ്കിൽ രാഷ്ട്രീയ വാഗ്ദാനങ്ങളെല്ലാം പഴയ പ്രസംഗങ്ങളായി മാറും. മുനമ്പം വാക്കുകൾക്കും വോട്ടുകൾക്കും അപ്പുറം ജീവിത പോരാട്ടം. പരിഹാരമുണ്ടാകുമോ അതോ രാഷ്ട്രീയം മാത്രം തുടരുമോ? മുനമ്പംകാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലും ആവർത്തിക്കുകയുണ്ടായി. ആരെയും ഇറക്കിവിടില്ല എന്നും നിയമപരമായ പോരാട്ടം തുടരുമെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. വഖഫ് ബോർഡ് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയതിനാൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വാദം. നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം എന്നായിരുന്നു അന്ന് VD സതീശൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വഖഫ് പോർട്ടലിൽ ഉമീദ് പോർട്ടലിൽ ഈ ഭൂമി വഖഫായി അപ്ലോഡ് ചെയ്തതുകൊണ്ട് തടസ്സം എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഈ വാദം നിലനിൽക്കുന്നതാണോ? ശ്രീ സ്റ്റാലിൻ ദേവൻ, റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി, BJP നേതാവ് ശ്രീ ഉല്ലാസ് ബാബു, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, വഖഫ് സംരക്ഷണ സമിതിയുടെ നേതാവ് ശ്രീ മുജീബ് റഹ്മാൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സ്റ്റാലിൻ ദേവൻ, 10 മിനിറ്റ് കൊണ്ട് എന്തായാലും പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഉമീദ് പോർട്ടലിൽ വഖഫായി അപ്ലോഡ് ചെയ്തത് ആണ് ഇപ്പോഴത്തെ തടസ്സം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? യാതൊരു വിധത്തിലുള്ള അർത്ഥവും ഇല്ല. അതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു പറച്ചിലാണ്. കാരണം മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ ആദ്യം മുതൽ കള്ളപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഇപ്പം അദ്ദേഹം കയറിയ ഉടനെ തന്നെ കുറച്ച് മാറ്റങ്ങളെ കൊണ്ടുപോകുന്നു, നല്ല കാര്യം. പക്ഷേ മുനമ്പത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 2024 മുതൽ ഇന്ന് വരെ പറഞ്ഞതൊക്കെ കള്ളങ്ങളാണ്. അവിടെ ചെന്ന് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് വഖഫ് ആക്റ്റും, അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന 1995 വഖഫ് ആക്റ്റും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് LDFിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഞാൻ വഖഫ് ബോർഡിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്തപ്പോൾ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരമാണ് ഈ വഖഫ് ബോർഡ് ഈ വസ്തുവിനെ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ വഖഫ് ആക്റ്റും മുനമ്പവും തമ്മിൽ ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായ ഒരു വസ്തുതയാണ്. അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വെറും 10 മിനിറ്റിനുള്ളിൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണും എന്നാണ്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു സെക്ഷനും ഈ വഖഫ് ആക്റ്റിൽ ഇല്ല. കാരണം നമുക്കറിയാം, ഭരണഘടനാപരമായിട്ട് സെപ്പറേഷൻ ഓഫ് പവർ, ദ മാറ്റർ ഈസ് സബ് ജുഡീസ്. കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എക്സിക്യൂട്ടീവിന് യാതൊരു വിധത്തിലും ഉള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്ത് തീരുമാനം എടുത്താലും അത് കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രം ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം അവിടെയും തെറ്റായ ഒരു പ്രചരണമായിരുന്നു നടത്തിയത്. ഒരുപക്ഷെ വോട്ടിന് വേണ്ടിയിട്ട് ആയിരിക്കാം. പിന്നെ അദ്ദേഹം വഖഫ് ഭേദഗതി നിയമം വന്നതിന് ശേഷവും അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല അല്ലേ? എങ്ങനെ ഇല്ല? വഖഫ് ഭേദഗതി നിയമം BJP സർക്കാർ കൊണ്ടുവന്നു. ഭരണഘടന അമെൻഡ് ചെയ്യണം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്ന് പറയണമെങ്കിൽ ഭരണഘടന തന്നെ അമെൻഡ് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് സെക്ഷൻ 97 പ്രകാരം ഞങ്ങൾക്കൊരു ഡയറക്ഷൻ കൊടുത്താൽ മാത്രം മതി വഖഫ് ബോർഡിനെന്നാണ്. സെക്ഷൻ 97 പറയുന്നത് എന്താണ്? സെക്ഷൻ 96 പ്രകാരം വഖഫുകളുടെ സെക്യുലർ മതേതരമായ ആക്ടിവിറ്റികൾ, അത് എഡ്യൂക്കേഷൻ വരാം, മറ്റ് വെൽഫെയർ, സോഷ്യൽ, എക്കണോമിക്കൽ, അങ്ങനെയുള്ള മാറ്റേഴ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡുകൾക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വേണ്ടത്?
ഒരു കാര്യത്തിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഡയറക്ഷൻ കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്യാൻ പറ്റൂ. അതും പക്ഷെ അത് ആളുകൾ ഈ ഭൂമി വാങ്ങിയത് കൊണ്ട് മാത്രം അങ്ങനെ കൊടുക്കാൻ പറ്റുകയുമില്ല അല്ലേ? മതപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ? അല്ലല്ല, ഈ വഖഫുകളുണ്ടല്ലോ, ഒറിജിനൽ വഖഫുകൾ, രജിസ്റ്റർ ചെയ്ത വഖഫുകളുണ്ടല്ലോ, അതിന് രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് സെക്കുലർ ഫങ്ഷൻസും ഒന്ന് റിലീജിയസ്. നമ്മുടെ ഈ വഖഫ് അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അന്ന് പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ കാര്യം, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ വഖഫ് ബോർഡിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. അതായത് ഈ ഭൂമി, മുനമ്പത്തെ ഈ 404 ഏക്കർ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനം എടുപ്പിച്ച് 10 മിനിറ്റ് കൊണ്ട് അത് ഓർഡറാക്കി പുറത്തിറക്കും. അദ്ദേഹം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി ലൈക്ക് വഖഫ് സംരക്ഷണ വേദി നമ്മുടെ മുജീബ് റഹ്മാനുണ്ട്, പുള്ളിയെ കണക്കുള്ള ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കൂടെ? മുഖ്യമന്ത്രിക്ക് എങ്ങനെ വഖഫ് ബോർഡിനോട് പറഞ്ഞിട്ട് ഇത് വഖഫ് അല്ല എന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അത് ഈ സെക്ഷൻ 97 പറയുന്നുണ്ട്. വഖഫിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒരു വാക്കിഫ് ഇത് ഉണ്ടാക്കിയ ആൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു ഡയറക്ഷനും സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്തുകൊണ്ട് 10 മിനിറ്റിനകം ഒരു പ്രശ്നം പരിഹരിക്കുക? കാരണം എന്താണ്? കേരളത്തിൽ എടുത്ത് നോക്കൂ, എത്ര പേർക്ക് വഖഫ് ആക്ട് അറിയാം? ഒരു 10,000 പേർക്ക് അറിയായിരിക്കും. ബാക്കി സമൂഹത്തിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സമൂഹം വിചാരിക്കും മുഖ്യമന്ത്രി പറയുന്നത് ശരിയായിരിക്കും, സ്റ്റാലിൻ ദേവൻ പറയുന്നത് തെറ്റാണെന്നും വിചാരിക്കും. പിന്നെ ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു, മുനമ്പത്ത് നിന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, മുനമ്പത്തെ ജനങ്ങളെ കുടി ഇറക്കി ഒന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമോ? ഇറക്കി വിടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ പെർമിഷൻ. റവന്യൂ അവകാശം കിട്ടുമോ ഇല്ലയോ? ഇതിനെയാണ് നമ്മളിവിടെ രണ്ട് കാര്യങ്ങളായിട്ട് കാണുക. അതായത് ഇത് വഖഫാണോ അല്ലയോ, അത് നാം മനസ്സിലാക്കേണ്ടത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിക്ക് മാത്രമേ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂ, മറ്റുള്ള എക്സിക്യൂട്ടീവിന് എടുക്കാൻ പറ്റത്തില്ല. 2, റവന്യൂ അവകാശങ്ങൾ. ഇത് എല്ലാവരും ദയവായിട്ട് കേൾക്കണം. കാരണം ഒരു വഖഫിനെ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് പോലെ വഖഫ് ബോർഡ് അല്ല. വഖഫ് ബോർഡ് വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് സെക്ഷൻ 4 പ്രകാരമുള്ള സർവേയും കൊസൈ ജുഡീഷ്യൽ എൻക്വയറിയും നടത്തണം. കൊസൈ ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കാൻ സാധ്യത ഉള്ള ആൾക്കാരൊക്കെ നോട്ടീസ് കൊടുക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആസ് ഫാർ ആസ് പോസിബിൾ അത് സെറ്റിൽ ചെയ്തതിന് ശേഷം വഖഫ് ബോർഡ് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനുശേഷം അത് സർക്കാരിലേക്ക് അയക്കണം. അപ്പോഴും വഖഫാകുന്നില്ല, പ്രത്യേകം ഓർമ്മിക്കുക. അതിനുശേഷം സർക്കാർ ആ വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് സെക്ഷൻ 5 പ്രകാരം ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നടത്തുന്ന നിമിഷം മാത്രമേ അതൊരു വഖഫായി മാറുന്നുള്ളൂ. ഇത് 2019 തന്നെ വഖഫായി കഴിഞ്ഞുവല്ലോ. എങ്ങനെയായി? നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഈ ജനുവരി മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പുതിയ ലേറ്റസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച കേസുകളും വഖഫ് ട്രൈബ്യൂണൽ കേൾക്കാൻ പാടില്ല. ഇപ്പോൾ മുനമ്പത്തെ സംബന്ധിക്കുന്ന കുറച്ച് കേസുകൾ വഖഫ് ട്രൈബ്യൂണലിൽ ഉണ്ട്. നാം ഓർക്കേണ്ടത് സെക്ഷൻ 5 പ്രകാരമുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഈ കേസുകൾ എങ്ങനെയാണ് വഖഫ് ട്രൈബ്യൂണൽ കേൾക്കാൻ പോകുന്നത്? ഞാൻ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, അതിന്റെ റൂൾസ് ആയിട്ടില്ല അല്ലേ? മുഴുവൻ റൂൾസും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പഴയ വഖഫ് നിയമം പോലെ അല്ലല്ലോ വഖഫ് ഭേദഗതി നിയമം. അത് വഖഫായി നേരത്തെ കണ്ടെത്തിയ ഭൂമിയെ വഖഫ് അല്ലാതായി ഡിക്ലെയർ ചെയ്തതിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്മേലൊരു തീരുമാനം എന്തുകൊണ്ട് വരുന്നില്ല? ആരിൽ നിന്ന്? അല്ല, വഖഫ് ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി വഖഫ് അല്ല നോട്ടിഫൈ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് തീരുമാനം വരുന്നില്ല? അതിനും സാധിക്കില്ലല്ലോ. അല്ലല്ല, നോട്ടിഫിക്കേഷൻ എന്നൊരു വസ്തുതയെ വഖഫ് ആക്ടിലില്ല. വഖഫായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വഖഫ് ആക്ട് പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രകാരമുള്ള പരിഹാരം വഖഫ് ട്രൈബ്യൂണലിൽ കൂടി കാണണം. ഞാൻ പറയട്ടെ, വഖഫ് ഭേദഗതി നിയമത്തിലും മുനമ്പത്തിന് ആശ്വാസമില്ല. 2A പ്രകാരമുണ്ട്. റൂൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂൾസ് വന്നിട്ട്, പക്ഷേ അവിടെ റൂൾസ് വന്നിട്ടില്ല. കഴിഞ്ഞ ഈ BJP സർക്കാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സുപ്രീം കോടതി സെപ്റ്റംബർ 15-ന് ഇടക്കാല ഉത്തരവിട്ടു. ഒരു ഭേദഗതിയിലെ ഒരു സെക്ഷനും സ്റ്റേ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇതുവരെ 8 മാസം കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ അതിൽ റൂൾസ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞില്ലേ ഈ ഡാറ്റ ആൻഡ് പോർട്ടൽ, ഈ ഉമീദ് പോർട്ടലിൽ അതിനെ സംബന്ധിക്കുന്ന മാത്രം റൂൾസ് അവർ പാസ്സാക്കിയെടുത്തു. പക്ഷെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അവർ എത്രയോ പ്രോപ്പർട്ടി, വലിയ അളവിലുള്ള പ്രോപ്പർട്ടികളാണ്, അത് വഖഫ് അല്ല
എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്, നേരത്തെ വഖഫായി കണ്ടെത്തിയത്. അതെന്തുകൊണ്ട് സംസ്ഥാനത്ത് പറ്റുന്നില്ല എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. യോഗി ആദിത്യനാഥ് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നടത്തുന്ന രജിസ്ട്രേഷൻ ഒരു സം ഇൻഫർമേഷൻ ദേ ആർ അപ്ലോഡിങ്, അല്ല ഒരു രജിസ്ട്രേഷൻ ഒന്നും അല്ല. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ബൗണ്ടറീസ് ഓഫ് ദ വഖഫ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് യൂസ് ആൻഡ് ഒക്കുപ്പയർ. ഇവിടെ ഇവരെന്ത് കൊടുത്തു കാണും? കടലിൻ്റെയും കൂടി ബൗണ്ടറി ഇവർ കൊടുത്തു കാണും. അവരുടെ സർവേ നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ഈ ഇൻക്ലൂഡിങ് യൂസ്, ഇപ്പോൾ ആരാ യൂസ് ചെയ്യണത്? 610 കുടുംബങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒക്കുപ്പയർ ആരാണ്? 610 കുടുംബങ്ങളാണ് അത് ഒക്കുപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്രിയേറ്റേഴ്സ് ഡീറ്റെയിൽസ്, പിന്നെ ഇതുണ്ടാക്കിയ സിദ്ദിഖ് സേഠിയുടെ പേര് കൊടുത്ത് കാണും. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇവിടുന്ന് എത്ര വരുമാനം കിട്ടും, ഈ ഡീറ്റെയിലാണ് ഇവർ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. മുൻപത്തെ വസ്തു നിന്ന് ഒരു പൈസയെങ്കിലും ഈ വഖഫ് ബോർഡിന് കിട്ടുന്നുണ്ടോ? വഖഫ് എന്നുള്ള നിലയിൽ. അടുത്ത പിന്നെ എക്സ്പെൻസാണ്. അതായത് ഇതിൽ നിന്ന് വർഷാവർഷം ഈ വഖഫിൻ്റെ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ ചിലവുകൾ ഉണ്ട്. അടുത്തതായിട്ട് അലോക്കേഷൻ ഓഫ് വഖഫ് ഫണ്ട്സ്, ഈ ശമ്പളം, മുത്തവലിയുടെ ശമ്പളവും മറ്റും. എനി അതർ അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ നോക്കണം. ലിറ്റിഗേഷൻ സ്റ്റാറ്റസ്, ഡീറ്റെയിൽസ് ഓഫ് ഓൺ ഗോയിങ് കോർട്ട് കേസസ് ഇൻവോൾവിങ് വഖഫ് പ്രോപ്പർട്ടീസ്. അപ്പോൾ മുൻപത്തെ സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലിൽ കേസുണ്ട്, ഹൈക്കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനൊരു ഫൈനാലിറ്റിയും ഇല്ല. അപ്പോൾ ഇതൊരു തടസ്സവുമല്ല, ഒരു തടസ്സവുമില്ല. ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ 8ൻ്റെ പണി തന്നു, ഈ കുറച്ച് ഇൻഫർമേഷൻ ആ ഡേറ്റ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും പച്ചയ്ക്ക് പറ്റിക്കുന്ന ഒരു പരിപാടി. അതായത് ജനങ്ങൾക്ക് വീണ്ടും 8ൻ്റെ പണി അദ്ദേഹം കൊടുക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ പറയുന്ന അപ്ലോഡ് ചെയ്ത ഈ വിവരങ്ങളുണ്ടല്ലോ അത് പരിഗണിച്ചുകൊണ്ട് അത് ഈ മുനമ്പത്തെ ഭൂമി അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അത് റിമൂവ് ചെയ്യണമെന്ന്. അതെന്താണ്, അങ്ങനെ സാധിക്കും? അതാണ് ഇപ്പം യോഗി ആദിത്യനാഥ് ചെയ്തത്. കാരണം അതിന് ഇവർ പറയേണ്ട കാര്യമില്ല. ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇത് വന്നിട്ട് അവർ തന്നെ, സെൻട്രൽ ഗവൺമെൻറ് ആരെങ്കിലും ഒരു നിവേദനം കൊടുക്കാതെ തന്നെ അത് ഇവർ പരിശോധിക്കുകയും ഭാവിയിൽ ഈ കേസും കാര്യങ്ങളും കൊണ്ടെന്ന് ചെയ്ത് ഒരു പിന്നെ ഫൈനാലിറ്റി കിട്ടും. ഒരിക്കലുമില്ല. സുപ്രീം കോടതി ഇപ്പോൾ അടുത്ത മാസം പറയാൻ പോകുന്നത് വഖഫല്ല എന്ന് പറഞ്ഞ് ഇവിടെ മാറ്റം വരുത്തണ്ടേ? അതുകൊണ്ട് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫർമേഷൻ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ള കാരണത്താൽ അങ്ങേർക്ക് ഈ 10 മിനിറ്റ് സമയം പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ആൾക്കാരെ വീണ്ടും, അതായത് LDFനോ UDFനോ BJPക്കോ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് മുനമ്പം ജനതയ്ക്ക് ഒരു ആശ്വാസം നൽകാൻ കഴിയില്ല. BJPക്ക് സാധിക്കും. എന്താണ്? ഈ സെക്ഷൻ 2A റൂൾസ് ഫ്രെയിം ചെയ്ത് പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കും. അത് ഇതുവരെ ആയിട്ടുമില്ല. അത് പാസ്സാക്കിയിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇവർക്കൊരു പരിഹാരം. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന് പോലും മുനമ്പത്തെ ജനതയുടെ ആശങ്ക പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പാർട്ടിക്കും ഇത് സാധിക്കുന്നില്ല. LDFന്റെ ഭരണകാലത്ത് അവർ എന്ത് ചെയ്തോ അത് തന്നെ ഇപ്പോൾ UDF ഭരണകാലത്തും ആവർത്തിക്കുകയാണ്. നിയമവഴിയിലേക്ക് തന്നെ ഇത് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു നിയമവഴിയിലേക്ക് പോവുകയാണ് എന്ന്. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഈ ഉമീദ് പോർട്ടലിൽ ഈ ഭൂമിയുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു എന്നതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യം. അതൊരു പിടിവള്ളിയായിട്ട് മാത്രം മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും നിയമ വഴിയിലേക്ക് തന്നെയാണ്. BJPക്കാകട്ടെ സാധിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടും അതിൻ്റെ റൂൾസ് ഇതുവരെ ആയിട്ടുമില്ല. ശരി, ശ്രീ ഉല്ലാസ് ബാബു. അല്ല മഞ്ജുഷേ, BJP മാത്രമല്ല ഇത് തുടക്കം മുതലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ജനങ്ങളുടെ റൈറ്റിന് വേണ്ടിയിട്ട് സംസാരിച്ചതും അതാണ് ശരിയെന്നും വഖഫ് ബോർഡ് പറയുന്നതല്ല ശരിയെന്നും അവർക്ക് അവകാശമില്ലാത്ത ഭൂമിയാണത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള BJP തന്നെയാണ്. മറ്റേ 2 പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ബോർഡ് ഭൂമി അനാവശ്യമായിട്ട് ഏറ്റെടുക്കുന്നതിനെ തടഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ, ആ ഒരു കൺസോളിഡേറ്റഡ് വോട്ട് അവർക്ക് കിട്ടില്ലയോ എന്ന് പേടിച്ചിട്ട് അവർ അങ്ങോട്ടും കളിച്ച് ഇങ്ങോട്ടും കളിച്ച് 2 പഞ്ചിലും കാല് വെച്ച് നടക്കില്ലായിരുന്നു സതീശനും കൂട്ടരും പിണറായിയും കൂട്ടരും. ഒരു സംശയമല്ലോ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് കലയ്ക്ക് കളയും എന്ന് പറഞ്ഞിരുന്ന സതീശൻ, ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി, ഞങ്ങൾ ചോദിക്കട്ടെ മഞ്ജുഷേ, അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടായിരുന്നു മുനമ്പം ജനതയോട് VD സതീശൻ ഈ വിഷയം പറഞ്ഞിരുന്നുവെങ്കിൽ ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുമ്പോഴുള്ള വഖഫ് ബോർഡ് ആയിരുന്നില്ലല്ലോ ഇത്. അത് കൊല തീരുമാനം എടുത്തപ്പോൾ ഈ വഖഫ് ബോർഡ് അതൊരു വലിയ വിഷയമാണ്. അവരങ്ങോട്ട് പിരിച്ചുവിടാനായിട്ട് എന്താ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ?
അപ്പൊ പിന്നെ ഇവർ ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇല്ലല്ലോ, അവരുടെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ ശ്രീ ഉല്ലാസ് ബാബു. അങ്ങനെ പിരിച്ചുവിടാൻ കഴിയില്ലല്ലോ. സസ്പെൻഡ് ചെയ്യാം മാക്സിമം 6 months. മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം മറ്റൊരു കാര്യം. സസ്പെൻഡ് ചെയ്യാലോ. അല്ല, കാരണം കാണണം. ഇതുപോലൊരു ഉമീദ് പോർട്ടലിൽ ഒരു ഭൂമി അപ്ലോഡ് ചെയ്തു എന്നുള്ളത് അത് അവരുടെ ഡ്യൂട്ടിയാണ്. അല്ല, അത് മെയ് 18-നകം അങ്ങനെ അപ്ലോഡ് ചെയ്യണമായിരുന്നു. വഖഫ് ബോർഡിന്റെ കൈവശം ഏതെല്ലാം ഭൂമികളുണ്ടോ വഖഫായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണമായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് ഡയറക്ഷൻ, കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ഷനാണ്. മെയ് 18 വരെയായിരുന്നു അതിനുള്ള സമയം. പിന്നീട് നീട്ടി കൊടുത്തു അത്. അല്ല മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഈ കാര്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെയും അപ്ലോഡ് ചെയ്യാതെയും ചെയ്യിക്കാനുള്ള പണി രാഷ്ട്രീയക്കാരനായിട്ടുള്ള സതീശൻ, വി.ഡി. സതീശൻ, ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനും നിങ്ങൾ പഠിപ്പിക്കേണ്ട. അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് നടത്തക്കണ്ട എന്ന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം, ഒരു സംശയവുമില്ല. സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പോർട്ടൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ശ്രീ സ്റ്റാലിൻ ദേവൻ അങ്ങേക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു കാര്യം മഞ്ജുഷ ചർച്ച ചെയ്യും. ഞാൻ എന്റെ വഴിക്ക് ഒന്നെങ്കിൽ അത് പറയാൻ അനുവദിക്കും. പറഞ്ഞോളൂ. ശരി, സംസാരിക്കാൻ അനുവദിക്കുന്നത്. അദ്ദേഹം ഇത്ര നേരം സംസാരിക്കുന്ന സമയത്ത് മഞ്ജുഷ ഇടപെട്ടിരുന്നില്ലല്ലോ. താങ്കൾ പറയൂ. അല്ല, മഞ്ജുഷ ആർക്കാച്ച മൈക്ക് കൊടുത്തോ? ഒന്നെങ്കിൽ ആ കാര്യം പറയാൻ സമയം. ഒരു കാര്യം മഞ്ജുഷ, ഒരു സാമാന്യ മര്യാദ, ഒരാൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിന്റെ ഉള്ളിൽ ഈ പുട്ടിന് പീരീഡിന് അത് കിടികിടിന്ന് അടിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറയണെന്നുണ്ടെങ്കിൽ പറയണത് അനുവദിക്കേ. ആളുകളെ കളിയാക്കുന്ന ഏർപ്പാട്. രണ്ടാമത്തെ കാര്യം, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് വാചോടാവ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ ഇതിൻ്റെ പുറകിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്? അപ്പോൾ ജനങ്ങളെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തത് ഈ പൊതുസമൂഹത്തിനോട് കൃത്യമായിട്ടുള്ള പറ്റിക്കലാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾ വിളിച്ചു പറയില്ലേ? അത് വിളിച്ചു പറയുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മഞ്ജുഷ് ബഹുമാനപ്പെട്ട റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റാലിൻ ദേവൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് യു.പിയിൽ യോഗി ആദിത്യനാഥ് ഇവർ അനാവശ്യമായിട്ട് ഈ കയറ്റിയിട്ട സാധനങ്ങളെ കലക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അത് റദ്ദ് ചെയ്തല്ലോ, അതുപോലെ ഇവിടെയും ചെയ്യൂലേ? ചെയ്യൂ മഞ്ജുഷ, അത് ആവശ്യം വരികയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കാര്യം ഞങ്ങൾക്ക് വോട്ടും ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ ജയിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇത് വിഷയം രാഷ്ട്രീയമല്ല, ഇത് ജനകീയമായിട്ടുള്ള വിഷയമാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഇവരോട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തിരിച്ചവർ വോട്ടും തന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി ഇതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം, അത് ബഹുമാനായിട്ടുള്ള സ്റ്റാലിൻ ദേവദാസ് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ തൊട്ടപ്പുറത്ത് മുജീബ് റഹ്മാൻ ആ സൂത്രം അറിയുണ്ടാവും. എന്താണെന്നറിയോ? ഇതിനകത്തൊരു വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് മുസ്ലിം ലീഗും ജമാഅത്തയും മുഖ്യമന്ത്രി സതീശനും അടക്കമെന്നുള്ള ഡീലാ. ആ ഡീൽ എന്താണെന്നറിയോ? 400 ചില്ലറ ഏക്കറാണ് ഇവരുടെ ക്ലെയിം. അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട്. അത് ഭാവിയിൽ നോക്കിക്കോ, നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സാധനം അത്. ഇത് ഇവിടെ 120ഓളം ഉള്ളൂ, ബാക്കി മുഴുവൻ കടലെടുത്ത് പോയി. അപ്പം ഇവരിപ്പോൾ ഈ അഭ്യാസം കളിച്ച് ഇത് ഒരു നിയമത്തിൻ്റെ നൂലാക്കുടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മീഡിയേഷൻ ഉണ്ടാക്കും. ഇവർ ചർച്ച ചെയ്യും. അങ്ങനെ സംഘടനകളുമായിട്ട് യുദ്ധം വെട്ടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് കാസർഗോഡോ മറ്റ് സ്ഥലങ്ങളിലോ സർക്കാരിൻ്റെ ഒരു 100-400 ഏക്കർ സ്ഥലം ഇവർ അങ്ങോട്ട് എഴുതിയെടുക്കാനുള്ള സൂത്രക്കെട്ടിലേക്കാണ് അടുത്ത വണ്ടി പോകുന്നത്. ആ രാഷ്ട്രീയം കൂടി മഞ്ജുഷ മനസ്സിലാക്കിക്കോ. ഇതിൻ്റെ പിന്നിൽ അങ്ങനെ വലിയൊരു തട്ടിപ്പിൻ്റെ ഗൂഢാലോചനയുണ്ട്. ഈ തട്ടിപ്പുകളാണ് കൃത്യമായി നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഈ തട്ടിപ്പിനെ കൃത്യമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യണം. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കണം എന്ന് ജനങ്ങളോട് വാചോടാപം നടത്തി ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ വാക്ചാതുര്യം കൊണ്ട് പറയുന്ന സമയത്ത് ഇത് നിയമക്കുരുക്കിലേക്ക് ഇടണമെന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കൃത്യമായിട്ടുള്ള മതന്യൂനപക്ഷ വിഭാഗത്തെ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങളെ. ഉല്ലാസ് ബാബു, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ലീഗിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിനും വി.ഡി. സതീശനും പോകാൻ പറ്റുകയില്ല ഈ ഘട്ടത്തിൽ. അത് ശരിയാണ്, ലീഗിനെ പിണക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപാണ് 18-ാം തീയതിയാണ് മെയ് 18-ാം തീയതിയാണ് ഈ പോർട്ടലിലേക്ക് അപ്ലോഡിംഗ് നടന്നിരിക്കുന്നത്. അതായത് സർക്കാർ അന്ന് അധികാരത്തിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിയമക്കുരുക്കിലേക്ക് ഇടണമെന്ന് അല്ല, ശരിക്കും പറഞ്ഞാൽ പിടിവള്ളിയായി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അതിനകത്തുള്ളൂ. ഇത് നിയമക്കുരുക്കിലേക്ക് പോകണം. ഇത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ നിയമക്കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല.
അവർ മുസ്ലിം ലീഗിൻ്റെയോ മുസ്ലിം മറ്റ് സംഘടനകളെയോ വക്കഫിൻ്റെയോ കാര്യങ്ങളിലാണ് ആത്മാർത്ഥത കാണിക്കുക. അല്ലാണ്ട് മുനമ്പത്തെ ആ കുടുംബക്കാരോട് ഒരു ആത്മാർത്ഥത ഇവർ കാണിക്കില്ല. അങ്ങനെ ആത്മാർത്ഥത കാണിച്ചിരുന്നുവെങ്കിൽ ഈ ബില്ല് വരുന്ന സമയത്ത് ആ ബില്ലിന് ഇവര് കൈവക്കില്ലായിരുന്നോ? എന്താ ഇവര് ചെയ്യാഞ്ഞേ? പക്ഷെ ആ ബില്ല് വന്നിട്ട് ഗുണമുണ്ടായില്ലല്ലോ. ഇവര് മതന്യൂനപക്ഷങ്ങളുടെ ഉല്ലാസേ, ബില്ല് വന്നിട്ടും ബില്ല് നിയമമായിട്ട് ഗുണമുണ്ടായില്ല, സുപ്രീം കോടതി അംഗീകരിച്ചിട്ട് ഗുണമുണ്ടായിട്ടില്ല. ഒരു കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഉല്ലാസേ, ബില്ല് നിയമമായി സുപ്രീം കോടതി ആ വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടും ഗുണമുണ്ടായില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തും, അത് ചട്ടം വരും. അത് മഞ്ജുഷയെ അതിന് വേണ്ടുന്ന റൂൾസ് കൃത്യമായി വരും, ആ സമയത്ത് കൃത്യമായി വരും ചെയ്യും. ഒരു കാര്യം മഞ്ജുഷ എഴുതി വെച്ചോ, BJP കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളിടത്തോളം കാലം മുനമ്പത്തെ ഒരു കുടുംബത്തിനെയും ഒരു ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഇറക്കി വിടാൻ പറ്റില്ല. മഞ്ജുഷ അടിവരിട്ട് എഴുതി വെച്ചു. അത് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. LDF സർക്കാർ, പിണറായി വിജയൻ പറഞ്ഞതും ഇത് തന്നെയാണ്, ഇറക്കി വിടില്ല. ഇപ്പോൾ VD സതീശൻ പറയുന്നു ഇറക്കി വിടില്ല, BJPയും പറയുന്നു ഇറക്കി വിടില്ല. ഇറക്കി വിടില്ല എന്നുള്ള ഉറപ്പല്ല വേണ്ടത്, റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുക എന്നുള്ള കാര്യമാണ്. അവർക്ക് അവിടെ താമസിക്കുക മാത്രമല്ല, അവർക്ക് അവിടെ റവന്യൂ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭൂമിയിന്മേലുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടുകയുള്ളൂ. അത് കൊടുത്തവർക്കും അതിൽ താല്പര്യം വിരോധമില്ല, അത് ഇപ്പൊ താമസിക്കുന്നവർക്കും പരാതിയില്ല. ഇവർ ഈ മൂന്നാം കക്ഷിയല്ലേ വന്നിട്ട് ഞങ്ങളുടെയാണെന്ന് പറയപ്പെടുന്ന അഭ്യാസം നടത്തുന്നത്. ഇവരുടെ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഈ ബോർഡ് ഈ നടത്തുന്ന ഈ വേലകൾ ചെറുതൊന്നുമല്ല. അതിനെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയം മാറ്റിവെച്ച് മതം മാറ്റിവെച്ചിട്ട് അതിന്റെ പുറകിലുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഞെട്ടിപ്പോകുന്നത്. അത് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള സാധനമുണ്ട്. അത് നിങ്ങൾ ചെറിയ വിഷയമായിട്ട് കാണേണ്ടതിനെ. അപ്പോൾ അത് കൃത്യമായി മാർക്ക് ചെയ്ത് കൃത്യമായി പരിഹരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ എന്താ വെച്ചാൽ ഇവർ ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇവരെ കടക്കെ പോയി ഇരുന്നിട്ട് ഈ അഭ്യാസം കളിച്ചിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയല്ലേ. അവിടെ കയറിക്കെടുക്കുന്നവൻ്റെ വീട് പോയാലും കുടുംബം പോയാലും അവൻ്റെ ജപ്തി ചെയ്യേണ്ടി വന്നാലും അവന് നാളെ കല്യാണം കഴിക്കാൻ 1 ഉറുപ്പിക ലോൺ എടുക്കാൻ പോകാൻ സാധിച്ചില്ല എങ്കിലൊന്നും ഇവർക്ക് ദോഷമൊന്നുമില്ലല്ലോ. പരക്ക് ഇങ്ങനെ മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ കലക്കെന്നും പറഞ്ഞ് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് വർത്തമാനം പറഞ്ഞാൽ പോലെ അതൊന്നുമല്ല. ഇത് അവരോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഇതിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെടണം. ആ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ പറ്റും. ആ സംരക്ഷിക്കുന്നിടത്താണ് ഈ മുനമ്പത്തെ ജനങ്ങൾ പ്രതിസന്ധിയിലാകില്ല എന്ന് BJP പറഞ്ഞു. ശരി, എല്ലാവരും ഈ വാചാടോപം മാത്രമേ ഇക്കാര്യത്തിൽ ഉള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ 10 മിനിറ്റിലെ പ്രശ്ന പരിഹാരം എന്തായാലും നടക്കില്ല. അതിന് VD സതീശൻ പറയുന്ന ഈ കാരണങ്ങൾ വാചാടോപമല്ല, ഞങ്ങളെ ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസ്സുകാർ എന്ത് തേങ്ങ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും മുനമ്പത്തെ ജനങ്ങൾ അങ്ങനെ തന്നെ കഴിയുകയാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഈ 10 മിനിറ്റിലെ പ്രശ്നപരിഹാരം അത് അവകാശവാദം മാത്രമാണല്ലോ അല്ലേ? ഇപ്പോൾ അതിന് പറയുന്ന കാര്യം, അത് നടക്കാതെ വന്നതിന് പറയുന്ന കാര്യം ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. സാങ്കേതികമായ പ്രശ്നം മാത്രമാണല്ലോ ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ശ്രീ രാഹുൽ ഈശ്വർ, ഈ സർക്കാരിനെ കൊണ്ട് ഇപ്പോൾ ശ്രീ മഞ്ജുഷ്, ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മുനമ്പം. അതിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. ഒരു വശത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ്, മറുവശത്ത് മേജർലി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്, കുറച്ച് ഹിന്ദു കുടുംബങ്ങളും ഇവിടെയുണ്ട്. എന്നാലും ബഹുഭൂരിപക്ഷം നമ്മുടെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ അടക്കം വരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് അവിടെ കൂടുതൽ. അപ്പോൾ സാമുദായികമായ വിള്ളൽ ഉണ്ടാക്കാതെ, ആരുടെയും മനസ്സിനെ മുറിപ്പെടുത്താതെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ശ്രമകരമായൊരു ജോലിയാണ്. നമ്മൾ ഹിന്ദുക്കളും പൊതുസമൂഹവും എല്ലാം നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾക്കോട് അങ്ങനെ ഒരു റീകൺസീലിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ സമവായം കണ്ടെത്തുന്ന ഒരു വഴിയിലേക്ക് എത്തണം. 2, ശ്രീ മഞ്ജുഷിനെ എടുത്ത് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അത്രയും സെൻസിറ്റീവായ ഒരു ഇഷ്യൂ വളരെ കൈയടക്കത്തോടുകൂടി ആരെയും ബ്ലെയിം ചെയ്യാതെ എന്നാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്വരത്തിൽ അങ്ങ് അവതരിപ്പിച്ചത് അഭിനന്ദനാർഹമാണ്. ഒരു മലയാളി എന്ന രീതിയിൽ ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്ന ഒരു ഭാരതീയൻ ഇന്ത്യക്കാരൻ നിലയിൽ ഇത് വളരെ സന്തോഷം നൽകുന്നുണ്ട്. നമുക്കറിയാം ഇതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് 2 ഭാഗത്തിൻ്റെയും, നേരത്തെ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന സാർ വളരെ മനോഹരമായി തന്നെ, നമ്മുടെ മുമ്പത്തെ അണ്ടർ സെക്രട്ടറി മനോഹരമായി തന്നെ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ അതിൻ്റെ വൈകാരികപരമായ 1-2 തലങ്ങൾ കൂടി സൂചിപ്പിക്കാം. ശ്രീ സ്റ്റാലിൻ ദേവൻ സാറാണ് അതിൻ്റെ നിയമപരമായ ആസ്പെക്ട്സ് പറഞ്ഞത്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രശ്നം അവർക്കറിയാം, ഇത് ഫറൂഖ് കോളേജ് സെല്ല് ചെയ്ത ലാൻഡാണ്, അഥവാ വിറ്റ ലാൻഡാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ സൂചി കയറ്റാൻ സ്ഥലം കൊടുത്താൽ ചില ആൾക്കാർ തൂമ്പ കയറ്റുമോ എന്ന് പേടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കുണ്ട്. അതായത് ഒരിക്കൽ വഖഫ് ആണെങ്കിൽ വൺസ് വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന തത്വം അത് ഡയല്യൂട്ട് ചെയ്യുമെന്നും അവരുടെ ബാക്കിയുള്ള ക്ലെയിമുകളെ അടക്കം ഇത് ബാധിക്കുമെന്നും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഭയക്കുന്നു. ശരിക്കും ഈ 404 ഏക്കറിനെ കൊണ്ടുള്ള പ്രശ്നമല്ല, ലാർജർ ഒരു ലീഗൽ പോയിന്റോ ലാർജർ അത് നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ മറ്റ് വഖഫ് ഭൂമികളിലും ഈ പ്രശ്നം വരും. വഖഫ് ഭൂമികൾ വഖഫ് അല്ലാതായി മാറും. ഇതാണല്ലോ പേടി, അല്ലേ?
അല്ല ഈ പേടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ സത്യസന്ധമായി തുറന്നു പറയാൻ തയ്യാറാകണം. അതായത് അവർ വിശ്വസിക്കുന്നതോ പേടിക്കുന്നതോ ഇവിടെ ഒരിഞ്ചെങ്കിലും ഏതെങ്കിലും രീതിയിൽ സൂചി കയറ്റാൻ സ്ഥലം കൊടുത്താൽ തൂമ്പ കയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പേടിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നമ്മുടെ വഖഫല്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ രാഹുൽ. അങ്ങനെയല്ല കൺസെപ്റ്റ് മാറിയിരിക്കുകയാണല്ലോ. വഖഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റേ മാറി, ആ വ്യവസ്ഥ മാറി. അവിടെയാണ് അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത്, അതായത് നമ്മുടെ ഞാനൊരു നിഷ്പക്ഷ ഭൂമികയിൽ നിന്ന് പറയാണ്, മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ പ്രോപ്പർട്ടീസ് ലാർജ് സ്കെയിലായിട്ട് മാറുകയും പലപ്പോഴും അമ്പലം പള്ളി തർക്കമൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഭോജ്ശാല ടെമ്പിളിൻ്റെ അടക്കം വിഷയങ്ങൾ വന്നു. പലപ്പോഴും തങ്ങളുടെ സ്വത്തുക്കളും സ്ഥലങ്ങളും അന്യാധീനപ്പെടും. അതുകൊണ്ട് വഖഫ് ആക്ട് പരമാവധി സ്ട്രോങ് ആയി നിൽക്കണം. കോൺഗ്രസ്സുകാർ മുസ്ലിം അരക്ഷിത ബോധം കൂടി മനസ്സിലാക്കിയാണ് ഈ വഖഫ് ആക്ട് 90കളുടെ മധ്യത്തിൽ കൊണ്ടുവരുന്നത്. 90കളുടെ തുടക്കത്തിൽ നമുക്കറിയാം രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നമടക്കം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നാണ് കോൺഗ്രസ് നരസിംഹറാവു ഗവൺമെന്റ് ആണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൊണ്ടുവരുന്നത്. അതായത് ഈ പ്രത്യേക വിശ്വാസ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. ഇനി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പ്രശ്നം എന്താ? അവരെ അവിടെ നിന്ന് ആരും ഒഴിപ്പിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് റവന്യൂ അവകാശങ്ങളില്ലാത്ത, അവർക്ക് ഇത് വെച്ച് ക്രയവിക്രയം നടത്താൻ കഴിയാത്ത, അവരുടെ കുട്ടിക്ക് കല്യാണം നടത്തണമെങ്കിൽ ലോൺ എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഭൂമിയെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് താമസിക്കുന്നതിനപ്പുറം ഗുണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഉണ്ട്. അതാണല്ലോ യഥാർത്ഥത്തിലുള്ള ആശങ്ക. കാരണം അവർ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്, അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിലുള്ള ആശങ്ക. വെറുതെ അവിടെ താമസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഉടൻ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞതും വെറുതെ തട്ടിപ്പായിരുന്നില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? നടക്കാത്ത ഒരു കാര്യം അല്ല. ഈ വിഷയത്തിലെ ആരും ഇതിലെല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. കോൺഗ്രസും CPM ഉം BJP യും അടക്കം അവരാൽ കഴിയുന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ എല്ലാവരെയും അഭിനന്ദിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ സൊല്യൂഷൻ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘടനകൾ അവരുടെ മുതിർന്നവരും കോടതിയുടെയും കൂടി അനുവാദത്തോടു കൂടി വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാതെ ഒരു കൺസെൻസസിലേക്ക് കൊണ്ടുവരികയാണ്. ഏതെങ്കിലും രീതിയിൽ ഇതൊരു ഫൈനാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. തൽക്കാലം ഇത് സബ്ജുഡീസ് ആണ്, ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു സമവായ ശ്രമങ്ങൾ വരിക. അപ്പോൾ ഉദാഹരണം ഫറൂഖ് കോളേജ് എന്തായാലും ഇവർക്ക് വിറ്റ ഭൂമിയാണല്ലോ. അപ്പോൾ ഫറൂഖ് കോളേജ് അതിന്റെ ലാഭം അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസിഡറേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായി കിടക്കുന്ന ഒരു വിഷയമാണ്. അത് 10 മിനിറ്റ് കൊണ്ടൊന്നും സോൾവ് ആയാലും നമുക്കറിയാം. പക്ഷേ ഇത് നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും പ്രസരിപ്പിക്കാതെ ഇവരുടെ ഇടയിൽ സമവായത്തോടു കൂടി അത് എന്താ പറയുക പരിഹരിച്ച് തീർക്കണം. ഇപ്പം ടോണി ചമ്മണിയാണെന്ന് തോന്നുന്നു ആ ഭാഗത്തിന്റെ അടക്കമുള്ള MLA. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അടക്കമുള്ളവർ ഇടപെട്ട് എല്ലാ പാർട്ടിയും, ഇപ്പോൾ ഷോൺ ജോർജ് ഒക്കെ വളരെ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ്. ശ്രീ ഷോൺ ജോർജ് ഉണ്ട്, ശ്രീ ടോണി ചമ്മണി ഉണ്ട്, സമാനമായി CPM-ലെ ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ ഇനി ഒരു വരി കൂടെ പറഞ്ഞു തന്നാൽ, നമുക്ക് എല്ലാവർക്കും മുനമ്പത്തെ ജനതയോടാണ് കൂടുതൽ താല്പര്യം. മുനമ്പത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടാണ് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. കാര്യം അവരുടെ സെന്റിമെന്റ്സ് നമുക്ക് മനസ്സിലാകും. അതേപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ നിയമപരമായ ആശങ്കകളും കൂടി നമ്മൾ മനസ്സിലാക്കി ഒരു സമവായത്തിൽ എത്താതെ ഒരിക്കലും തീരില്ല. അല്ലെങ്കിൽ കാലാകാലം ലിറ്റിഗേഷനിലേക്ക് പോകും. ഈ രാഹുൽ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ ആശങ്കയില്ലേ? കാരണം ഇപ്പോൾ മുനമ്പം വിട്ടുകൊടുത്താൽ വഖഫ് ഭൂമിയായ മറ്റ് സ്ഥലങ്ങളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ക്ലെയിംസ് വരും ഇല്ലേ, അവകാശവാദം വരും. അതുകൊണ്ട് കൂടുതൽ ഭൂമികൾ നിങ്ങളുടെ കൈവശത്ത് നിന്ന് പോകും. ഇപ്പോൾ വഖഫ് ഭൂമിയായി കരുതപ്പെട്ടിരുന്നവ. അതാണല്ലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൊണ്ടാണല്ലോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതും. മഞ്ജുഷേ, ഒരു ഭൂമി അതൊരു വ്യക്തി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാൻ പാടില്ല. ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഭൂമി വാങ്ങാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വസ്തു, ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങാൻ വേണ്ടി നമ്മൾ കരാറ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷന് മുമ്പ് നമ്മൾ ആ പൈസ കൊടുത്ത് വാങ്ങുന്ന ആ വ്യക്തി ഈ വസ്തുവിൻ്റെ ഉടമയിൽ നിന്ന് ആധാരം, അദ്ദേഹത്തിൻ്റെ ആധാരം, മുന്നാധാരം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതെങ്കിലും ബാങ്കിൽ ഇത് ലോണായി വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പരിശോധിക്കുമ്പോൾ അതിൽ മുന്നാധാരം അല്ലെങ്കിൽ അതിന് മുന്നത്തെ ആധാരം അത് വഖഫാണ് എന്ന് കണ്ടാൽ ആ ഭൂമി വാങ്ങില്ല. കാരണം വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ ആ ആധാരത്തിന് വാല്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തിക്കോ കൊടുക്കുന്ന വ്യക്തിക്കോ അറിയില്ലെങ്കിൽ പോലും ഈ രജിസ്ട്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്തപ്പെടുന്ന ആധാര എഴുത്തുകാരൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളൊരു നാടകമാണ്. ഫറൂഖ് കോളേജും അതേപോലെ തന്നെ അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അഡ്വക്കേറ്റ് പോളും
അത് വാങ്ങാൻ വന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട്. അതിൽ പാവപ്പെട്ട കുറേ ആളുകൾ പെട്ടുപോയിട്ടുണ്ടാകാം. ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച 610 പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ വരുന്ന ബാക്കിയുള്ള സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും ഒന്നും അവിടുത്തെ റിസോർട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചർച്ചയിൽ സൂചിപ്പിക്കാറുള്ളത് അവിടുത്തെ റിസോർട്ടുകൾ എത്രയുണ്ട്. ഒരു വിഷയം ഉണ്ടായാൽ, ഇപ്പോൾ ഈ പ്രശ്നം ഒരു സാമുദായിക പ്രശ്നമല്ല, ഈ വിഷയം ഒരു സിവിൽ കേസാണ്. ഈ സിവിൽ കേസ് നിലവിലെ രാജ്യത്തെ കോടതികളുടെ മുന്നിലാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം സമുദായവും ക്രൈസ്തവ സമൂഹവും തമ്മിൽ വലിയ വർഗീയ വിഭജനത്തിന് കാരണം, ഇവിടെ ഏത് മുസ്ലിം സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഗീയപരമായ രീതിയിലേക്ക് ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നാളുകളായി നടക്കുന്ന ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സമരം ചെയ്യുന്ന സമരസമിതിക്കും അവിടുത്തെ ബിഷപ്പുമാർക്കും അവിടെ ആ സമരത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കാം. കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കൂടെയാണോ? ആ സമരസമിതിയുടെ കൂടെയും അവിടുത്തെ പാവപ്പെട്ടവരുടെ കൂടെയും എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ആ റിസോർട്ടുകാർ ഉൾപ്പെടെയുള്ള സംവിധാനം. കേരള ഗവൺമെന്റ്, നേരത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, കഴിഞ്ഞ 4-ാം തീയതി റിസൾട്ട് വന്നതോടുകൂടി തന്നെ ആ ഗവൺമെന്റ് പോയി. ആ ഗവൺമെന്റിന്റെ നിലപാടെന്തായിരുന്നു? CPMന്റെ നിലപാടെന്തായിരുന്നു? CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ പറയപ്പെടുന്ന മുനമ്പം ഭൂമിയിൽ അവിടെ ചെന്നുകൊണ്ട് ഐക്യദാർഢ്യത്തിന് വേണ്ടി, അത് നടന്ന ഐക്യദാർഢ്യം, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ മാത്രമല്ല, CPMന്റേതായിട്ടുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. മുൻ മന്ത്രിയായിട്ടുള്ള P. രാജീവ് ഉൾപ്പെടെയുള്ള അന്നത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും അവിടെ പങ്കെടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു. മൂന്നാമത് ഇപ്പോഴത്തെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റും, അതല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന അവിടെ DCC പ്രസിഡന്റ് ആയിരുന്ന ഷിയാസ്, അദ്ദേഹം ഒരു മുസ്ലിമാണ്. ആലുവ MLA ആയിട്ടുള്ള അൻവർ സാദത്ത്, അദ്ദേഹം പറഞ്ഞു ഞാനൊരു മുസ്ലിമാണ്. സാധാരണ ഒരു MP-യോ MLA-യോ ഒരു പത്രസമ്മേളനമോ ചാനലുകളുമായി സംസാരിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണെന്നോ ഞാൻ ഹിന്ദു ആണെന്നോ ഞാൻ ക്രൈസ്തവനാണെന്നോ ഒന്നും പറയാറില്ല. പക്ഷേ അൻവർ സാദത്ത് എന്ന് പറയുന്ന അന്നത്തെ MLA, അവര് മുസ്ലിം ആയിരിക്കാം, പക്ഷെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അവരുടെ മതം അവിടെ പറയാറില്ല. പക്ഷെ അൻവർ സാദത്ത് എന്ന് പറയുന്ന അന്നത്തെ MLA ഇന്നത്തെ MLA-യും ആ വിഷയത്തിൽ ഒരു മുസ്ലിമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അത് വഖഫല്ല. ഷിയാസ് പറഞ്ഞു അത് വഖഫല്ല. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഞാനൊരു മുസ്ലിമാണ്, അത് വഖഫാണെന്ന് പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, വഖഫല്ലെന്നല്ലേ പറഞ്ഞത്? വഖഫാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്, വഖഫല്ല വഖഫാണോ വഖഫല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും MLA ആണോ? അല്ല, നിങ്ങളുമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ തീരുമാനിച്ചാലും പോരല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വഖഫാണെന്ന്. അങ്ങനെ വഖഫാണോ വഖഫല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല. ഞാൻ പറയാം നിലവിലുള്ളൊരവസ്ഥയിൽ ഒരു ഭൂമി വഖഫാണോ വഖഫല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ അത് ആരുടെ പേരിലാണ് ഇരിക്കുന്നത് എന്താണ് അതിൻ്റെ ആധാരം നോക്കിയിട്ടാണല്ലോ നമ്മൾ ആ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അത് കരഭൂമിയാണോ, അത് ചതുപ്പാണോ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഭൂമിയിൽ കൊടുത്തിട്ടുള്ള ആ ആധാരത്തിൽ 1950 ഈ ഭൂമി സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഫാറൂഖ് കോളേജിന് കൊടുത്ത ഒറിജിനൽ ആധാരം ഇവിടെ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുണ്ട്. ഈ പറയപ്പെടുന്ന ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൽക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ കോപ്പി വഖഫ് ഡീഡാണ്. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന് അദ്ദേഹം ദാനം കൊടുത്തു എന്ന് അത് ദാനാധാരം എന്നോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒറിജിനൽ രാഹുൽ ഈശ്വറിന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വായിക്കാം. കറക്റ്റ് അതാ ഞാൻ പറഞ്ഞത്. സ്റ്റാലിൻ ദേവൻ ഇപ്പൊ പറഞ്ഞ കാര്യം പറഞ്ഞത് അത് MLA ആയിട്ടുള്ള അൻവർ സാദത്തോ BCC പ്രസിഡന്റോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ തീരുമാനിച്ചത്. എന്നിട്ട് ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡിനെ സംബന്ധിച്ചോ കാണുന്ന ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തി ഇപ്പോൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുവാൻ വഖഫ് ബോർഡിന് ആരാണ് അധികാരം കൊടുത്തത്?
ഒന്ന് പറയട്ടെ മഞ്ജുഷ്, ഒന്ന് പറയട്ടെ മഞ്ജുഷ്. മഞ്ജുഷ ചോദിച്ചതിന് ഞാൻ മറുപടി പറയുമ്പോൾ ആ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. മഞ്ജുഷ ചോദിച്ചു, അത് വഖഫ് ബോർഡിന് അധികാരം കൊടുത്തെന്നാ ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അത് തന്നെ മഞ്ജുഷ് ചോദിക്കുന്നത് ആ ചർച്ച തടസ്സപ്പെടുത്തലല്ലേ ചെയ്യുന്നത്. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി, അവർക്ക് വേറെ രാജ്യത്ത് നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളോ നാഷണൽ ഹൈവേയുടെ കാര്യങ്ങളോ അതല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും രീതിയിലുള്ള ജനങ്ങളുടെ പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം വഖഫ് ഭൂമികൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൈകളിലുള്ള രേഖകൾ കൃത്യമായ രീതിയിൽ ആ വഖഫ് ആധാരത്തിൽ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതും അവർ അപ്ലോഡ് ചെയ്യട്ടെ. ബാക്കി കാര്യങ്ങൾ അത് വഖഫ് ഭൂമി അല്ല എന്ന് വാദിക്കുവാനും മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. ശരി, രാഹുൽ എന്താണ്? ശ്രീ മഞ്ജുഷ്, ഒരൊറ്റ കാര്യം ശ്രീ മുജീബ് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. എന്റെ അറിവിന് വേണ്ടി ചോദിക്കുന്നത് ആ ഡീഡിൽ ഒരൊറ്റ കാര്യം മാത്രം ഒരു വരിയെ ഞാൻ എടുക്കൂ. ആ ഡീഡിൽ ഓൺ ട്രാൻസ്ഫർ ആൻഡ് ഏലിയനേറ്റ് പാർട്സ് ഓഫ് പ്രോപ്പർട്ടി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് അഥവാ ഏലിയനേറ്റ് ചെയ്യാം എന്ന ഗിഫ്റ്റ് ഡീഡിന് സമാനമായ വാക്കുകളാണ്. അതിൽ വഖഫ് ഡീഡ് എന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗിഫ്റ്റ് ഡീഡിന് സമാനമായ വാക്യങ്ങളാണെന്ന് കേരള ഹൈക്കോടതി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏലിയനേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആ ഡീഡിൽ തന്നെ വ്യക്തമായിട്ടുള്ളതല്ലേ? അതല്ലേ ഫറൂഖ് കോളേജിൽ നിന്ന് വിൽക്കാനുള്ള സ്പേസും കൂടെ കിട്ടിയത്? ഒരു ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമവും നിലവിലുള്ള അവസ്ഥയിൽ അതിൽ കൊടുത്തിട്ടുള്ള അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള അവസ്ഥയിൽ അന്ന് അവിടെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന ഫാറൂഖ് കോളേജിന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ അതിൽ ഉൾപ്പെടുത്തി. പക്ഷേ ഒരു ഭൂമി ഏതെങ്കിലും ഒരു വ്യക്തി വഖഫ് ചെയ്താൽ ആ വഖഫ് ചെയ്തതിന്റെ അതേ കൊടുത്തിട്ടുള്ള വഖഫിന്റെ എന്തെങ്കിലും രീതിയിൽ അതിൽ കൂട്ടിച്ചേർത്താൽ ആ കൂട്ടിച്ചേർത്തത് ഒഴിവാകലല്ലാതെ വഖഫ് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. രാഹുൽ ഈശ്വർ, നമ്മുടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വഖഫ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രവർത്തകനാണ്. നിങ്ങൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും BJPയുടെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു കേസോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് 1960 മുതൽ പറവൂർ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിലവിലുള്ള കേസാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഈ വിഷയം കയറി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അതേപോലെ തന്നെ വഖഫ് ബോർഡ് അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ആ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശവും ടെൻഡേറ്ററിയാണ്, മാറ്റങ്ങൾ വരാം. അല്ല, അതേ നടന്നിട്ടുള്ളൂ. നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഇത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. ആ സംവിധാനം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ്, ആ BJP ഗവൺമെന്റ് വളരെ കൃത്യമായ രീതിയിൽ രാജ്യത്തെ മുഴുവൻ വഖഫ് ഭൂമികളും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി അതിന് ഏറ്റവും കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തു. 17-ാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭൂമികൾ വഖഫ് ഭൂമിയായി പരിഗണിക്കപ്പെടില്ല എന്ന കൃത്യമായി ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കേന്ദ്ര അത് സാങ്കേതികത്വം മാത്രമാണ്. അത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന് കേന്ദ്ര വഖഫ് ബോർഡ് ഉണ്ടല്ലോ. ബാക്കി ചർച്ച സ്റ്റാലിൻ ദേവൻ ഇത് പരിശോധിച്ചിട്ട് ഇത് വഖഫ് അല്ല എന്ന് കണ്ടെത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഓരോരുത്തർ കോടതികൾ ചെയ്യേണ്ട പണി കോടതികൾ ചെയ്യട്ടെ, വഖഫ് ബോർഡ് ചെയ്യേണ്ട പണി വഖഫ് ബോർഡ് ചെയ്യട്ടെ. അത് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രമാ ഫേസി അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പെർമനൻറ്റ് വഖഫായിട്ടില്ല. ഈ ഇൻഫർമേഷൻസ് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ് എന്താ സംഭവിക്കാൻ പോകണം? നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ എന്തായാലും മുജീബ് പറഞ്ഞതുപോലെ ഇതൊരു വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഈസ് സപ്പോസ് ടു റിഡീം ഓൾ ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്. ഇവിടെ വഖഫ് ബോർഡ് യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് വഖഫ് ആക്ട് പ്രകാരം ഈ വസ്തുവിനെ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. കാരണം സെക്ഷൻ 5 പ്രകാരമുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉള്ള സമയത്ത് മാത്രമേ അതൊരു വഖഫായി മാറുന്നുള്ളൂ. ഇനി
നമ്മുടെ വഖഫ് ആക്ടില്ല, വഖഫ് റൂൾസിൻ്റെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ വഖഫ് റൂൾസിൻ്റെ സെക്ഷൻ 6(5) പറയുന്നത് സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം വഖഫുകളുടെ പട്ടിക വഖഫ് ബോർഡിനും സർവേ ലാൻഡ് റെക്കോർഡ്സ് SRO ബന്ധപ്പെട്ട തഹസീൽദാർ വില്ലേജ് ഓഫീസർ എന്നിവരുടെ ഓഫീസിലേക്ക് അയച്ചു നൽകുകയും സർക്കാർ ആയത് കൈപ്പറ്റി വില്ലേജ് ഓഫീസർ പ്രസ്തുത വഖഫുകളുടെ പട്ടിക പ്രകാരമുള്ള മാറ്റമോ സമയാസമയങ്ങളിൽ കിട്ടിയ വിവരങ്ങൾ ചേർത്തുകൊണ്ട് പ്രാവർത്തികമാക്കുകയും ബന്ധപ്പെട്ട തഹസീൽദാർ അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: ഈസ് ദർ എനി സെക്ഷൻ 5 നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് മുനമ്പം? ഇല്ല. അപ്പോൾ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമാണ് സർക്കാരാണ് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കേണ്ടിയിരുന്നത്. ഇവിടെ ഒരു സെക്ഷൻ 5 നോട്ടിഫിക്കേഷൻ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് ഏത് നിയമപ്രകാരമാണ്, വഖഫ് ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത്? കാരണം ഞാൻ പറയാം. 13/1/2022 വഖഫ് ബോർഡിൻ്റെ CEO ഒരു കത്തയക്കുന്നു, തഹസീൽദാർ ആൻഡ് കോപ്പി ടു ദ വില്ലേജ് ഓഫീസേഴ്സ്. അതായത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, സെക്ഷൻ 4 നോക്കിയിട്ടില്ല, സെക്ഷൻ 5 നോക്കിയിട്ടില്ല, ഞങ്ങൾ വഖഫ് ബോർഡ് തീരുമാനിച്ചു ഇതൊരു വഖഫാണ്, ഇന്ന് മുതൽ നിങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കണം എന്ന് പറയാൻ ഹൂ ദ ഹെൽ ഈസ് ദ CEO? ഇത് പല ഭൂമികളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാകും. അതാണ്. അപ്പോൾ നാം മനസ്സിലാക്കി രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ പല ഭൂമികളിലേക്കും അവകാശവാദം വരും, ഇത് വഖഫ് അല്ല എന്ന്. അതാണല്ലോ യഥാർത്ഥ പ്രശ്നം. രാഹുൽ പറഞ്ഞാണ് കൃത്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് ജനുവരി 28 പറഞ്ഞു, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത വസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു കേസുകളും വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ വഖഫ് സംരക്ഷണ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് എന്തിനാണ്? ഇത് വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ച് വരികയാണ്. അതുകൊണ്ട് ഹൈക്കോടതി ഇത് പറഞ്ഞത് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഡോക്ട്രൈൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഫൈനാലിറ്റി എന്നാണ്. അതായത് വഖഫ് ബോർഡ് പരിഗണിക്കുന്നു, പക്ഷേ വഖഫ് ബോർഡിന് മുമ്പേ കുറേ കേസുകൾ ഫയൽ ചെയ്യുന്നല്ല, വഖഫ് ട്രൈബ്യൂണൽ അത് കേൾക്കാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ദർ ഇസ് നോ സെക്ഷൻ 5 സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ വഖഫ് ട്രൈബ്യൂണൽ ഹാസ് നോ ജുറിസ്ഡിക്ഷൻ. ആ ഒരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ മുജീബിൻ്റെ 34752 SLP അത് ഞാൻ തന്നെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗാണ് അവിടെ മുനമ്പത്തിന് വേണ്ടിയിട്ട് ഹാജരാകാൻ പോകുന്നത്. ഫിലിപ്പ് ജോസഫിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇംപീഡിങ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. അത് വരുമ്പോൾ അതിനകം തന്നെ ഞാൻ ഒരു IF ചെയ്യാൻ പോലും വഖഫ് ട്രൈബ്യൂണലിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ജുറിസ്ഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പറയും. തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വഖഫ് ട്രൈബ്യൂണൽ എനിക്കിത് കേൾക്കാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ദർ ഇസ് നോ സെക്ഷൻ 5 ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അതിൻ്റെ ഒരു ഓർഡർ വാങ്ങിച്ച് നേരെ സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഈ മുജീബ് റഹ്മാൻ്റെ SLPയുടെ പുറത്ത് തന്നെ മുനമ്പം ഒരു വഖഫ് അല്ല എന്ന് സുപ്രീം കോടതി പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ആർട്ടിക്കിൾ 42 പ്രകാരം സുപ്രീം കോടതിക്ക് ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് ദേ ക്യാൻ ഡിക്ലെയർ എനിത്തിങ്. അതായിരുന്നു സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റും ഇതിൽ, അല്ലേ? ഇതിൽ ഇടപെടാൻ പറ്റും. കാരണം അവർക്കൊരു തെറ്റ് പറ്റി. മോറോവർ നമ്മുടെ രാമേന്ദ്രൻ കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ കേസിൽ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യാതൊരുവിധ സ്റ്റാറ്റ്യൂട്ടറി ഫോർമാലിറ്റീസും റിഡീം ചെയ്യാതെയാണ് ഇതിനെ വഖഫായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെ ബാധിക്കുന്നതല്ല. അതാണ് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചത്. എങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് അവർക്ക് പറ്റിയ ഈ തെറ്റ്, സെക്ഷൻ 5 നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഈ തെറ്റ് അവർക്ക് പരിഹരിക്കാമല്ലോ? ഒരു കോടതിയും പറഞ്ഞിട്ടല്ല ഇവരുടെ റവന്യൂ അവകാശം പിടിച്ചെടുത്തത്. വഖഫാണോ അല്ലേ എന്ന് കോടതി പറയട്ടെ. വാട്ട് അബൌട്ട് ദ റവന്യൂ റൈറ്റ്സ്? സർക്കാരിന് തെറ്റുപറ്റി, അത് ഹൈക്കോടതി പോയി വാദിക്കുകയും ചെയ്തു, ഞങ്ങൾ തെറ്റായ അടിസ്ഥാനത്തിലാണ് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചെടുത്തതെന്ന്. എങ്കിൽ എന്തുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നില്ല? ആരാണ് അതിന് വിഘ്നമായിട്ട് നിൽക്കുന്നത്? ഏതെങ്കിലും കോടതി പറയൂ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് റവന്യൂ അവകാശം കൊടുത്തത്? അവർ സർക്കാരിന് പറയാം ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, അത് ഞങ്ങൾ തിരുത്തുന്നു. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ഭയങ്കരമായിട്ട് ഈ ക്രൈസ്തവ സഭകൾക്കെതിരായിട്ട് വിമർശനം വരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകൾ UDFനെ വിശ്വസിച്ചു. ഈ പറയുന്ന മുനമ്പം ഉൾപ്പെടുന്ന വൈപ്പിനിൽ പോലും വലിയ ഭൂരിപക്ഷം UDFന് കിട്ടി. LDFിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ BJP നേതാക്കൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും എന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഷോൺ പറയുന്നത് കേട്ടു, അത് എന്ത് ചെയ്യും എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാം, ഒരു നിലപാടെടുക്കാം എന്നാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ ഉണ്ടല്ലോ. ശ്രീ ഉല്ലാസ് ബാബു, ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ? അല്ലല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മഞ്ജുഷിന് എങ്ങനെ തോന്നി? അത് തെറ്റിദ്ധാരണ. രാഷ്ട്രീയപരമായിട്ട് മുനമ്പം ജനങ്ങൾ ആർക്കൊപ്പം നിന്നു, ആർക്ക് വോട്ട് ചെയ്തു എന്നാണ് ബൂത്തിലെ കണക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ.
ആ ബൂത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അപ്പോൾ കുറച്ച് ദിവസം മുമ്പല്ലേ റിസൾട്ട് വന്നേ, ആ ബൂത്തിലെ ഈ മുനമ്പം ഇരിക്കുന്ന ഈ പ്രശ്ന സ്ഥലത്ത് ഉള്ള ബൂത്തിലെ കണക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം അവിടുത്തെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു മാറ്ററല്ല. പകരം അവിടുത്തെ ഒരു അന്യായമുണ്ട്. ആ അന്യായത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടും. അതിന് മുൻപ് ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്തല്ലേ ബഹുമാനായിട്ട് ശ്രീ സ്റ്റാലിൻ ദേവൻ അങ്ങോട്ട് ചോദിക്കട്ടെ, കോടതി ഒരു സമയത്ത് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞില്ലേ, ടാക്സ് സ്വീകരിക്കാൻ പറഞ്ഞില്ലേ സർക്കാരിനോട്? സർക്കാർ തട്ടിക്കളിച്ച് ആ സമയം കളഞ്ഞില്ലേ? എന്തിനായിരുന്നു ആ സർക്കാർ തീരുമാനമെടുത്തത്? അപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നൂലാക്കുരുക്കിലിട്ടിട്ട് ആരും വെറുപ്പിക്കാതെ, ആരും വിഷമിപ്പിക്കാതെ ന്യൂനപക്ഷ കൺസോളിഡേറ്റഡ് വോട്ട് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ അജണ്ട തന്നെയാണ് ഇത്. നമ്മൾ വെറുതെ പുറമെ കിടന്നിട്ട് ഇങ്ങനെ പുറത്ത് കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ടുള്ള ജാതിയും അതൊക്കെ കളിച്ചിട്ട് തന്നെയാണ് ഈ നിലവിലുള്ള സർക്കാരും ഇതിൻ്റെ മുമ്പത്തെ സർക്കാരും ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ലതെന്ന്. പിന്നെ ഈ ഭൂമിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് സർക്കാർ ഇരിക്കുന്ന സമയത്തല്ലേ വഴിയെ പോകുന്ന പറമ്പ് മുഴുവൻ ഇന്ത്യ എന്ന് പറയാനുള്ള അവകാശം ഇവർക്ക് കൊടുത്തേ. ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞൊന്ന് മാത്രം. നിങ്ങളതിൻ്റെ നിയമം എങ്ങനെ അതിനകത്ത് സംഭവം കയറിയെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരേണ്ടതും പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റൂൾസ് വരുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ കൈയടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ കൃത്യമായ ഇതുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഇവർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അവർ രജിസ്റ്റർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. സാർ, അതൊക്കെ ഒരു സൂചനയാണ്. ഒരു തർക്കത്തിന്, ഒരു വിഷയത്തിൻ്റെ തുടക്കത്തിന്, ഒരു യുദ്ധത്തിന്, അങ്ങനെയാണെങ്കിൽ കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇവർക്കാണ് അവകാശമെങ്കിൽ ഇവർക്കല്ല അവകാശമെങ്കിൽ ഇവർക്കല്ല എന്നുള്ള തീരുമാനം എടുക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് കൊണ്ടുപോയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തുടക്കമാണ്. അത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് ഇതിനെ നൂലപ്പത്തിൻ്റെ പോലെ നൂലാക്കി ഇട്ടിട്ട് ഇതൊരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്ട് തമ്മിൽ തല്ലി നിന്നോട്ടെ, ഞങ്ങളെക്കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്ന കോൺഗ്രസിൻ്റെയും ഇത് പരിഹരിക്കപ്പെടേണ്ട എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൃത്യമായ രാഷ്ട്രീയ ലൈനാണ്. ആ രാഷ്ട്രീയ ലൈനിലേക്ക് ഇത് പോകുന്നു എന്നുള്ളത് ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് ശ്രീ കിരൺ റിജിജുവിനെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കാണുകയും കൃത്യമായിട്ട് അതിൽ ഇടപെടണമെന്നും ഈ ഇടപെട്ട വിഷയത്തിൽ ഈ കാര്യത്തിൽ കൃത്യമായ സർക്കാർ ലൈൻ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ റൂൾസ് വരുന്ന സമയത്ത് ഒരു സംശയം വേണ്ട, ഒരു സാധാരണക്കാരൻ്റെയും അവൻ്റെ റവന്യൂ അവകാശത്തെ ചോദ്യം ചെയ്യുകയോ അവൻ്റെ റവന്യൂ അവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവില്ല. അത് ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം നയം തന്നെയാണ്. അത് വിചാരിച്ചത് വഖഫിനെതിരൊന്നുമല്ല. വഖഫിൻ്റെ അവകാശപ്പെട്ട ഭൂമി വഖഫിനുണ്ടാവും. വഖഫ് അവകാശപ്പെടാത്ത ഭൂമി, പൊതുജനങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭൂമി അത് ഞങ്ങളുടെയാണെന്ന് നോക്കിയാൽ, പറയാൻ ശ്രമിച്ചാൽ, അത് നിയമപരമായി ശ്രദ്ധിച്ച് കൃത്യമായി അത് ജനങ്ങളുടെ ആണെങ്കിൽ ജനങ്ങൾക്ക് കിട്ടും, വഖഫിൻ്റെ ആണെങ്കിൽ വഖഫിന് കിട്ടും. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു സൂചി കയറ്റാൻ നോക്കിയോ തൂമ്പ കയറ്റാൻ നോക്കും. അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത്. ഇവരുടെ അല്ലാത്ത ഭൂമി അല്ലെങ്കിൽ ഇവർക്ക് അവകാശമില്ലാത്തൊരു ഭൂമി ഇവർ അവകാശപ്പെടുന്ന സമയത്ത് അത് അവരുടെ അല്ല എങ്കിൽ അവരുടെ അല്ല എന്ന് പറയാനുള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. അത് വഖഫിന് മാത്രമല്ല ഇത് ഇന്ത്യ എന്ന് പറയാനുള്ള അവകാശമുള്ളൂ. വഖഫിന് മാത്രമല്ല ഇത് ഇന്ത്യ എന്ന് പറയാനുള്ള അവകാശമുള്ളൂ. അത് നമ്മുടെ ആണെങ്കിൽ നമ്മുടെയാണെന്ന് പറയാനുള്ള അവകാശം മറ്റാളുകൾക്കും ഉണ്ട്. വഖഫ് ബോർഡിൻ്റെ അപ്പുറത്തുള്ള സമൂഹമില്ലേ, ആ സമൂഹത്തിന് അവരുടെയാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അത് എനിക്കുണ്ട്, മഞ്ജുഷിനുണ്ട്, രാഹുലിനുണ്ട്, സ്റ്റാലിൻ ദേവനുണ്ട്, മുജീബിനുണ്ട്, ഒരു സംശയമില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അവകാശം ജനങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം. വഖഫിൻ്റെ ഭൂമിയാണെങ്കിൽ വഖഫിൻ്റെ ഭൂമിയിൽ കയറി മാന്താനൊന്നും ആരും പോകുന്നില്ല. ഇതിനകത്ത് ഒരു താല്പര്യമുണ്ട്, ഒരു ഇൻറ്റൻഷനുണ്ട്. ആ ഇൻറ്റൻഷൻ വെച്ച് പുറമേയൊക്കെ അവർ പറയുന്നത് നല്ല രസകരമായ മനോഹരമായിട്ടുള്ള ചക്കയാണ്, നല്ല മുള്ളുണ്ട്, നല്ല തോലുണ്ട്, ഒരു കുഴപ്പമില്ല, അതിൻ്റെ ചൗണി നല്ലതാണ്, ചോളയും നല്ലതാണെന്നൊക്കെ ഒരു പുറമേക്ക് പറയുന്നെങ്കിലും ഉള്ള ചക്കക്കുരു കൃത്യമായിട്ട് ഇവരുടെ പിന്നിലുണ്ട്. ആ രാഷ്ട്രീയമുണ്ട്, ആ മണ്ണെടുക്കാനുള്ള സൂത്രപ്പണിയുണ്ട്, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇവരുണ്ടാക്കിയ ഡീലുണ്ട്. ഇവർ അവിടെ അടച്ചിട്ട റൂമിൽ ലീഗ് അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടൊരു സമവായമുണ്ട്. ആ സമവായം പുറത്തു കൊണ്ടുവരണം. ആ പുറത്തു കൊണ്ടുവന്നത് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കണമെങ്കിൽ ഇതിപ്പോൾ പതുക്കെ ഇങ്ങനെ മാന്തി തുടങ്ങണം. ആ പ്രവൃത്തി ഇപ്പോൾ തുടങ്ങി വെച്ചു എന്ന് മാത്രം. അത് മുൻകൂട്ടി കാണുന്ന രാഷ്ട്രീയക്കാരത് കൃത്യമായിട്ട് പറയും. നിയമത്തിൻ്റെ വഴിക്ക് പോകും, കോടതി തീരുമാനിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൽ റൂളുകൾ വരുന്ന സമയത്ത് അതും പരിഗണിക്കപ്പെടും. അത് പരിഗണിക്കപ്പെടുന്ന സമയത്ത് റവന്യൂ അവകാശങ്ങൾ ജനങ്ങൾക്ക് അവകാശപ്പെട്ടു. ഇതെല്ലാം നീണ്ടു ആര് ഉറപ്പ് നൽകിയാലും ആ ഉറപ്പുകൾ നീണ്ടു പോവുകയാണ് എന്നുള്ള പ്രശ്നമുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ ചട്ടമുണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇടപെടലിലും സംശയം വരുന്നു.
അതുപോലെ തന്നെ UDF 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുന്നു. അത് തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ നമുക്കത് സമർത്ഥിക്കാൻ പറ്റുന്നു. അതുകൊണ്ടൊരു കുഴപ്പവുമില്ല എന്ന്. അപ്പോൾ പ്രശ്നപരിഹാരം ആർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നതിലേക്ക് ഏകപക്ഷീയമായിട്ട് ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത് ആരാണ്? കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനം കിട്ടിയെന്ന് കൂടി പറയൂ. അല്ല, പ്രയോജനം കിട്ടാതിരിക്കില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മഞ്ജുഷ ഒരു കാലത്ത് മഞ്ജുഷിന്റെ വീട് വക്കഫാണ് എന്നാ ചൂണ്ടിയെ കാണിച്ചാൽ അത് നാളെ പിന്നെ അതല്ല ചേട്ടാ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജുഷ ഓടണം അങ്ങോട്ട്. ഇവരത് ചൂണ്ടി കാണിച്ച് ഇങ്ങനെ കുറത്തിരിച്ച് പോവുള്ളോ? അതൊക്കെ ഇവിടുത്തെ ഏത് ശൈലിയിൽ അംഗീകരിക്കാൻ പറ്റുമായിരുന്നു? ആ രീതിയൊന്നും കറക്റ്റല്ല. ഞാനത് വളരെ ഫ്രീ ആയിട്ട് ശീലിൽ പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾ അതിന്റെ ഉള്ളുകളിലൂടെ യാത്ര ചെയ്ത് നോക്കിയാൽ, അതിന്റെ നിയമം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ആ പ്രശ്നം ഒരാൾ സ്റ്റാലിൻ ദേവൻ ഉല്ലാസ് ബാബു പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം വ്യവസ്ഥാപിതമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സമയമെടുക്കും. ഇനിയൊരു മുനമ്പം ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല. അത് ഈ BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ കൂടി മാത്രമാണ്. അല്ലെങ്കിൽ എനിക്കോ മഞ്ജുഷനോ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ആരാണ് എപ്പോഴാണ് വഖഫ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇതിന് 100-ൽ 100 മാർക്കും ഇപ്പോഴത്തെ BJP സർക്കാരിന് കൊടുത്തേ പറ്റൂ. അതാണ് സുപ്രീം കോടതി ഇൻ്ററിം ഓർഡറിലും കൊടുത്തത്. കൊണ്ടുവന്ന പുതിയ ഭേദഗതിയിൽ ഒന്നുപോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമങ്ങളൊക്കെ ഈ ഭരണഘടനാപരമായ കാര്യങ്ങളാണ്. ഒരു കാര്യം എനിക്ക് മുജീബിനോട് പറയാനുള്ളത്, ആര് വഖഫാണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൽ പെർമനൻ്റ് ഡെഡിക്കേഷൻ, ഐ റിപ്പീറ്റ്, പെർമനൻ്റ് ഡെഡിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. 1950 സിദ്ദിഖ് സെവ്റ്റുവിൻ്റെ പ്രമാണത്തിൽ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ട്. നോമൻക്ലേച്ചർ കൊണ്ട് മാത്രം ഒരു വസ്തു വഖഫായില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? വഖഫ് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു, പർപ്പസ് പറയുന്നു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വേണമെങ്കിൽ എല്ലാ അവകാശങ്ങളും പട്ടയം, കരുന്തീരുവ, കൈവശാവകാശം ഇൻക്ലൂഡിങ് വിൽക്കാനുള്ള റൈറ്റ് വരെ വച്ചുകൊണ്ടാണ് ആ പ്രമാണം എഴുതിയിരിക്കുന്നത്. വിൽക്കാനുള്ള റൈറ്റ് കൊടുത്തപ്പോൾ തന്നെ അത് വഖഫ് അല്ലാതായി മാറി. രണ്ടാമത്, എന്നെങ്കിലും ഒരു കാലത്ത് ഈ ഫറൂഖ് കോളേജ് നിലവിലില്ലാതെ വരികയും ബാക്കി എന്തെങ്കിലും അവശേഷിക്കുകയും ചെയ്താൽ വീണ്ടും അത് സ്വന്തം ചെയ്യുന്നത് വിൽക്കാമെന്നുള്ളതാണ്. ആ വസ്തു തിരികെ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എനിക്കോ എൻ്റെ സന്തതികൾക്കോ വന്നു ചേരും എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മുജീബേ, ഇത് എങ്ങനെയാണ് വഖഫാവുന്നത്? ശരി, ശ്രീ രാഹുൽ ഈശ്വർ, പ്രശ്നപരിഹാരം താങ്കൾ പറയുന്നത് ഈ എന്താണ്, ഈ മുനമ്പത്തെ ജനങ്ങളെ മറ്റെവിടെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണോ? അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഇതൊരു വളരെ സെൻസിറ്റീവാണ്. ഇതിൽ നമ്മൾ ഈ ഇസ്ലാമോഫോബിയയുടെ ആംഗിൾ കൊണ്ടുവരാതെ ഇത് ചർച്ച ചെയ്യണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വേറെ ആരെങ്കിലും പ്രോപ്പർട്ടി അല്ല, ഞാൻ ആരും കൊണ്ടുവന്നല്ല, ബ്രോഡ്ലി നമ്മുടെ ഡിബേറ്റുകളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ മുസ്ലിം സഹോദരങ്ങൾ വേറൊരാളുടെ പ്രോപ്പർട്ടി പിടിച്ചു കയറാനൊന്നും നോക്കുന്നവരല്ല. അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ പ്രോപ്പർട്ടി മുഴുവൻ തട്ടിയെടുക്കാൻ നിൽക്കുന്നവരാണെന്നും ധരിക്കണ്ട. പക്ഷേ താങ്കൾ പറഞ്ഞ ആ ഉപമയും അതും പിൻവലിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ സൂചി വെക്കാൻ ഇടം കൊടുത്തിട്ടുള്ള ആ ഉപമയും പിൻവലിക്കണം. എന്തുകൊണ്ടാ പറഞ്ഞത്? സെക്ഷൻ 40 അമിതാധികാര പ്രയോഗത്തിന്റെ, അതായത് മുമ്പത്തെ വഖഫ് ആക്ടിലെ സെക്ഷൻ 40 അമിതാധികാര പ്രയോഗത്തിന്റെ സ്പേസ് ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അത് വളരെ കറക്റ്റാണ്. റീഡ് ഡൗൺ സെക്ഷൻ 4 and 5 രാഹുൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്ഷൻ 4 and 5 പ്രകാരമാണോ ഈ സെക്ഷൻ 40യുടെ അടിസ്ഥാനത്തിൽ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത്? ഒരു അല്ലല്ല, ഞാനൊന്ന് തീർത്തോട്ടെ. സാറ് എഗ്രി ചെയ്യുമല്ലോ, സെക്ഷൻ 40 ഓവർ സ്ട്രെച്ചിങ് പവേഴ്സ് ഉണ്ടായിരുന്നു. അഥവാ സെക്ഷൻ 40യെ അമിതമായി സ്ട്രെച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല 40 മാത്രം വായിക്കുമ്പോഴാണ് യു ഷുഡ് റീഡ് 4 and 5 ആൾസോ along with together with section 40. അല്ല, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി രണ്ട്, അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അതിനുശേഷമേ ഡിസൈൻ ഇല്ലെന്നല്ല. പക്ഷേ സെക്ഷൻ 40, ഉദാഹരണം തമിഴ്നാട്ടിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാമനാഥപുരം ആണെന്ന് തോന്നുന്നു, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു അമ്പലം അടക്കം ഇരിക്കുന്ന സ്ഥലങ്ങൾ വഖഫ് ബോർഡ് അതിൻ്റെതാണെന്ന് ക്ലെയിം ചെയ്യുകയും അത് അവിടെ സാമുദായികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ നോർത്ത് ഇന്ത്യൻ ചാനൽസിലൊക്കെ ചർച്ചയ്ക്ക് ഇരുന്നത്. ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഓവർ ക്ലെയിമിംഗ് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ദൂരവ്യാപനം
രാജ്യവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പെട്ടെന്ന് 2 വരി കൂടി, വഖഫ് പവിത്രമാണ്, നമ്മുടെ ദേവസ്വത്തെ പോലാണ്, ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പോലെയാണ്. അവിടെയാണ് വഖഫ് ഭരിക്കാൻ നോൺ മുസ്ലിമായ ഒരാളെ കൊണ്ടുവരുന്നു തുടങ്ങിയ ക്ലോസുകൾ സ്വാഭാവികമായ മുസ്ലിം സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടാക്കില്ലേ? നമ്മുടെ MP ആയ KC വേണുഗോപാൽ ശക്തമായി അവിടെ എണീച്ചെന്ന് പറയുണ്ടായി, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഗുരുവായൂരിൽ പോകുന്നുണ്ട്, എനിക്ക് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പക്ഷേ നാളെ മുസ്ലിമോ ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്നാൽ സ്വാഭാവികമായി എതിർപ്പുണ്ടാവില്ലേ? അപ്പോൾ ഇതൊരു സെൻസിറ്റീവ് ബാലൻസിൽ വെച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഹിന്ദു ദേവസ്വത്തെ പോലെ തന്നെ പവിത്രം തന്നെയാണ് മുസ്ലിം വഖഫും. അപ്പോൾ അവർക്ക് വയലേഷൻ ഉണ്ടാകുന്നു എന്ന് തോന്നാത്ത രീതി പറയണം. നേരത്തെ ശ്രീ അൻവർ സാദത്തിന്റെ നിലപാട് പറഞ്ഞു. ശ്രീ അൻവർ സാദത്ത് നല്ല മതസൗഹാർദ്ദവാദിയായ മുസ്ലിം ആയതുകൊണ്ടാണ്, ബഹുസ്വരവാദിയായ മുസ്ലിം ആയതുകൊണ്ടാണ് ശക്തമായി മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിന്നത്. അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് വളരെ സെൻസിറ്റീവ് ആയ അംഗങ്ങളുടെ വഖഫ് ബോർഡിലെ അംഗങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നില്ല കേട്ടോ. അവിടെ 2 അമുസ്ലിങ്ങളാകാം എന്നാണ് അല്ലേ? ആകാം, കറക്റ്റാണ്, ആകാം. 2 അമുസ്ലിങ്ങളാകാം. പിന്നെ സുപ്രീം കോടതി അഡ്വൈസറി ആയിട്ട് പറഞ്ഞു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആകുകയായിരിക്കും നല്ലതെന്ന് വാക്കാൽ പറഞ്ഞു. അവിടെ ശ്രീ മഞ്ജുഷ അങ്ങനെ പറഞ്ഞില്ല. സുപ്രീം കോടതി വാക്കാൽ പരാമർശം ഉണ്ടായിരുന്നു. വാക്കാൽ പരാമർശം വിലയില്ല രാഹുൽ, അത് എഴുതി വരും. അങ്ങനെയാണെങ്കിൽ ഈ വഖഫ് ബോർഡ് മാറ്റിപ്പണിയാമല്ലോ അല്ലെ? പുതിയ ഇപ്പോഴത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുസ്ലിം സമൂഹത്തിനെ ഇൻട്രൂസീവ് ആകാതെ അവരെ വയലേറ്റ് ചെയ്യുന്നു എന്ന് തോന്നാത്ത രീതിയിൽ അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ലോങ് ലാസ്റ്റിംഗ് ആവൂ. എനിക്ക് ശ്രീ മുജീബിനോടുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നേരത്തെ ശ്രീ മഞ്ജുഷ് അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിലെ ഈ ആശങ്കയല്ലേ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത്? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു സ്പേസ് കൊടുത്താൽ പല സ്ഥലങ്ങളിലും ഇത് കൺസീഡ് ചെയ്യേണ്ടി വരും. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന പ്രോപ്പർ എന്ന ഐഡിയ പ്രൊപ്പോസിഷൻ, ലീഗൽ പ്രൊപ്പോസിഷൻ എന്ന ആശങ്കയല്ലേ നിങ്ങളെ ഇതിലേക്ക് അല്ല അവരുടെ മുജീബ് അതെടുത്ത് കളഞ്ഞാൽ, അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഭരണഘടന പറയുന്നില്ല, അതിന്റെ കാലം കഴിഞ്ഞു. അതെ ഞാൻ പറഞ്ഞ വഖഫ് ബോർഡിന്റെ ക്ലെയിം ക്ലെയിം ചെയ്യാമല്ലോ. വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ്, അത് മുസ്ലിം ലോ ആണ്, അല്ലാതെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങളല്ല. മുജീബ് മഞ്ജുഷെ, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ സംസാരിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിം സമുദായമോ മുസ്ലിം സമുദായ സംഘടനകളോ ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വൈകാരികമായി, വളരെ വർഗീയമായി ഇടപെടുന്ന പോലെ ഒരു സംവിധാനം ഇടപെട്ടിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലൊന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാനുണ്ടായിട്ടുള്ള കാരണം, അവിടുത്തെ സമരസമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ നടന്ന സമ്മേളനം, ഞാനത് എറണാകുളത്ത് യാത്രാമധ്യേ ആ സമ്മേളനം ഹൈബിയുടെ പങ്കെടുത്ത, സഭാ അധ്യക്ഷന്മാർ പങ്കെടുത്ത, സമരസമിതിയുടെ ഭാരവാഹികൾ പങ്കെടുത്ത ആ സമ്മേളനം നേരിട്ട് വീക്ഷിച്ച ഒരാളാണ്. ഹൈക്കോടതി ജംഗ്ഷൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉന്നത സഭാധ്യക്ഷന്മാർ, ആ ഉന്നത സഭാധ്യക്ഷന്മാർ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ലൈവ് പോകുന്ന പ്രോഗ്രാമിൽ പരിശുദ്ധമായ പരിപാവനമായ വഖഫ് എന്ന് പറയുന്ന ആ നിയമത്തെ വളരെ മോശമായി സംസാരിക്കുന്ന അവസ്ഥ. അത് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും കവരൊക്കെ പ്രസംഗിക്കുന്ന പോലെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങൾ ആ വഖഫ് നിയമത്തെയും മുസ്ലിങ്ങൾ, ഞാൻ അവിടെ കേട്ടൊരു വാക്ക് പലപ്പോഴും നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ പലരും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു പ്രദേശത്തു കൂടി നടന്നു പോയാൽ, അവിടെ ഒരു സ്ഥലം കണ്ടാൽ, ഒരു കെട്ടിടം കണ്ടാൽ, ആ വ്യക്തിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ, ആ കെട്ടിടം ഇഷ്ടപ്പെട്ടാൽ അവിടെ നിന്നുകൊണ്ട് വഖഫ് 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 എന്ന് പറഞ്ഞാൽ പിന്നെ അത് വഖഫായി ശുദ്ധ അസംബന്ധം അവിടെ നിന്ന് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി, പച്ചക്കളവ് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട് ആ വിയർപ്പിൻ്റെ അംശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മക്കൾക്ക്, അതിനെ ഹലാൽ എന്ന് പറയും, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് മോഷ്ടിച്ചോ അതല്ലെങ്കിൽ ഒരാളുടെ പലിശക്കെടുത്തോ, മോഷ്ടിക്കേണ്ട പലിശക്കെടുത്തുകൊണ്ട് അവൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം കൊടുത്ത ആ മക്കൾ നേരെയാകില്ല എന്നും ആ മാതാപിതാക്കൾ അനുസരിക്കില്ല എന്നും അതേപോലെ തന്നെ അത് ഹലാലല്ല എന്നും സൂചിപ്പിക്കുന്ന അത്രമാത്രം വിശ്വാസത്തിൽ നിൽക്കുന്ന ആ മുസ്ലിം സമുദായത്തിന്, അത് എല്ലാവരും അങ്ങനെയാണെന്നോ പലിശക്കെടുക്കുന്നില്ലാന്നോ എല്ലാവരും കൃത്യമായി പോകുന്നവരാണെന്നുള്ള അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കേണ്ടതില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് ആ മുസ്ലിം സമുദായത്തെയും ആ പരിശുദ്ധമായ വഖഫ് നിയമത്തെയൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ
ഒരിക്കലും മുനമ്പത്തെ വ്യക്തി അവിടുത്തെ ആളുകളോടുള്ള വിയോജിപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ പരിശുദ്ധ ഇസ്ലാമിനെ അത്രക്ക് പച്ചയായി കളവ് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി സമൂഹത്തെ ബോധ്യപ്പെടും. വഖഫ് അങ്ങനെ ആരുടെയെങ്കിലും വസ്തുക്കൾ പിടിച്ചടക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം കൊണ്ടുവന്നിട്ടൊരു നിയമമല്ല. അത് ഇവിടുത്തെ സമൂഹത്തിന് ഗുണപ്പെടുന്ന, സമുദായത്തിന് ഗുണപ്പെടുന്ന, അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ പള്ളി പണിയാനും മദ്രസ പണിയാനും ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ആ ഒരു വഖഫ് ഇന്ത്യയിൽ അത് സൂചിപ്പിക്കുന്ന ഇങ്ങനെയാണ് മുഴുവൻ വഖഫുകളും രാജ്യത്ത് വന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന സമരങ്ങൾ നിങ്ങൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോടാ പുല്ലെ വഖഫെ, പച്ച മലയാളത്തിൽ പറയുക പോടാ പുല്ലെ വഖഫെ. അവിടെ അവരെ പറ്റിച്ച ഫാറൂഖ് കോളേജിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ ഞങ്ങൾ സംസാരിക്കില്ല. ആ വഖഫ് നിയമത്തെയും അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തെയും ആ പ്രദേശത്തേക്ക് നമുക്കറിയാം, ആ പ്രദേശത്ത് സമരം നടക്കുന്ന ആ സമരപ്പന്തലിന്റെ പ്രദേശത്തേക്കോ വൈപ്പിനിലേക്കോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ വഖഫ് സംരക്ഷണ സമിതിയോ ഒരു മാർച്ച് നടത്തുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയോ ഒരു പ്രകോപനപരമായ ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരേ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇത് വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വഖഫാണോ അല്ലയോ, പിന്നെ അവിടുത്തെ വിഷയങ്ങൾ വെച്ചിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷനെ വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇത് 1 കൊല്ലോ 2 കൊല്ലോ 10 കൊല്ലം മുമ്പുള്ള കേസല്ലല്ലോ. 1.25 നൂറ്റാണ്ട് പക്ഷേ ഫാറൂഖ് കോളേജ് വിറ്റതല്ലേ? ഫാറൂഖ് കോളേജ് ആ ഭൂമി വിറ്റതല്ലേ? കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹുസ്വര സമൂഹം. ഒരു കാര്യം, ഫാറൂഖ് കോളേജ് വിറ്റതല്ലേ ഒരു പരാമർശം ഒന്ന് പറഞ്ഞേക്കട്ടെ. ഫാറൂഖ് കോളേജ് വിറ്റതല്ലേ ഈ വിഷയത്തിന്റെ പരിഹാരം കോടതിക്ക് വേർതിരിവിലേക്ക് ഈ വഖഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നിലപാടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശൈലിയിലേക്കാണ് മുജീബ് റഹ്മാന്റെ ഓരോ വാക്കുകൾ എടുക്ക്. അതിനകത്ത് മതം പതുക്കെ പതുക്കെ അങ്ങനെ മേമ്പൊടി പോലെ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്നിടത്താണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആ കൊണ്ടുവരുന്നിടത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇതിന്റെ പുറകിലൊരു നാടകമുണ്ട് കോൺഗ്രസിന്, നാടകമുണ്ട് ലീഗിന്, നാടകമുണ്ട് ഇടതുപക്ഷത്തിന് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നത്. മുജീബ് റഹ്മാൻ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. വഖഫിന്റെ സംരക്ഷണമല്ല, പകരം അതിനകത്ത് മതപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട്. ഞങ്ങൾക്ക് ആ നിലപാടില്ല. ഞങ്ങൾ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരാളുടെയും റവന്യൂ അവകാശത്തെ അനാവശ്യമായി ഒരു ബോർഡും, അത് വഖഫ് എന്നുള്ളതല്ല, ഒരു ബോർഡും ഏറ്റെടുക്കാൻ സാധ്യമാകില്ല. അനാവശ്യമായി എന്ന പദം അടിവരയിട്ട് പറയാണ്. 2, അത് നിയമപരമായിട്ട് തെറ്റാണ് എങ്കിൽ ആ നിയമപരമായിട്ട് ചോദ്യം ചെയ്യണം. ഇനി നിയമപരമായിട്ട് അവിടെ ഒരു ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വരി അവർക്ക് അതിനകത്ത് ഗുണകരമായിട്ട് വെച്ച് എല്ലാ സ്ഥലത്തും ഇവർ രക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ അമെൻഡ് ചെയ്യണം. ആ അമെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് കൃത്യമായി അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരുത്തേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതും അധികം വൈകാതെ ചെയ്യും. ആ സമയത്ത് അത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നിലപാടാണ് എന്നും അത് ഞങ്ങളോടുള്ള വിരോധമാണ് എന്നും ഇവർ വാദിക്കുന്നിടത്താണ്. അത് നേരത്തെ പറഞ്ഞില്ലേ ഇവര് പരിശുദ്ധ ഇസ്ലാമിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടയ്ക്കുന്നില്ലേ? ആ പടയ്ക്കുന്നതിന്റെ എന്റെ എവിടക്കാന്നറിയോ? എന്റെ ആ കണ്ണ് എവിടക്കാന്നറിയോ? അതിൽ മതം കൊണ്ടുവരാനാ, മതം കലക്കാനാ. ഇതിനകത്തൊരു മതമില്ല. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സമയം കഴിഞ്ഞു, അതുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുനമ്പത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാക്ക് പാലിക്കുമോ എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. വാക്ക് പാലിക്കുമെന്നാണ് 82%.